വില പോലും കർഷക മക്കൾക്കില്ലെന്നോ? ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി? മറുപടി പറയൂ അധികാരികളെ. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കക്കയത്ത് കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ കർഷകരുടെ നേതൃത്വത്തിൽ കക്കയം ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയാണ്. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു കർഷകരുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. നമുക്ക് ഈ കർഷക സമരത്തിന്റെ മുൻനിര പ്രവർത്തകരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ എന്താണ് നിങ്ങളുടെ ആവശ്യം? ഇന്നലെ വൈകിട്ട് 3 മണി സമയത്താണ് അബ്രഹാം എന്ന് പറയുന്ന ഒരു കർഷകൻ സ്വന്തം കൃഷിയിടത്തില് കശുവണ്ടി പെറുക്കാനും ഒപ്പം തന്നെ തേങ്ങ എടുക്കാനും വേണ്ടി പോയ സമയത്താണ് ഒരു ചാക്കില്, അറിയേണ്ട കാര്യം, ഒരു ചാക്കില് 20ഓളം തേങ്ങകൾ ഒരു വെള്ള ചാക്കിന്റെ അകത്ത് ചുമടാക്കിയിട്ട് കൊണ്ടുവരുന്ന സമയത്താണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. ആ ആക്രമിച്ച് മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ബോഡി ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ആ ബോഡി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുവാനോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പോ സർക്കാർ തലത്തിലുള്ള വാഗ്ദാനങ്ങൾ മാത്രമല്ല, അത് ഉറപ്പുകൾ ഞങ്ങൾക്ക് കിട്ടണമെന്ന ആവശ്യമാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു വന്യജീവി ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവന് സർക്കാർ ഇട്ടിരിക്കുന്ന വില 10 ലക്ഷം രൂപയാണ്. ആ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന 10 ലക്ഷം രൂപയാണ്. ആ 10 ലക്ഷം രൂപേന്റെ അകത്ത് ആരാണോ കൊല്ലപ്പെടുന്നത് അത് ഒരു മീഡിയ കവറേജ് വന്നു കഴിഞ്ഞാൽ മാത്രം 5 ലക്ഷം രൂപ ആദ്യ ഗഡുവായിട്ടും ബാക്കി 5 ലക്ഷം രൂപ ഫാമിലി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന സമയത്ത് കൊടുക്കാമെന്നുള്ളതാണ് ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. നേരെ മറിച്ച് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്ന ആ 10 ലക്ഷം രൂപ അടിയന്തരമായിട്ട് ഇന്ന് തന്നെ ആ കുടുംബത്തിന് കൈമാറണം. ഒപ്പം തന്നെ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ്. സംസ്ഥാന സർക്കാർ ഇതിലേക്ക് ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് 50 ലക്ഷം രൂപ ആ കുടുംബത്തിന് മൊത്തത്തിൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത്, വളരെ നിർധനമായ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ജനങ്ങളും നാട്ടുകാരും ഒപ്പം തന്നെ പള്ളി കമ്മിറ്റിയും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുത്തത്. ആ വീട്ടിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും നിർധനമായ ഒരു കുടുംബമാണ്. അവരുടെ ആ കുടുംബത്തിലേക്ക് ഭാര്യ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, സുഖമില്ലാത്ത കിടപ്പിലാണ്. ആ സ്ത്രീയുടെ ഭാവികാല ചികിത്സാ ചെലവ് മുഴുവനായിട്ടും സർക്കാർ വഹിക്കണം എന്നാണ് രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത്, ആ കുടുംബത്തിനകത്ത് ഒരാൾക്ക് ഒരു സർക്കാർ ജോലി കൊടുക്കണമെന്ന്. ഇതിന്റെ മുമ്പും പല വന്യജീവി ആക്രമണങ്ങൾ നടന്ന സമയത്ത് ഇതുപോലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ജനങ്ങൾ കൂടുകയും സർക്കാർ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം ഈ സർക്കാർ ജോലി കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ കളക്ടറേറ്റിന്റെ ചേംബറിൽ വെച്ച് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേരുന്ന ആ യോഗത്തിന്റെ അകത്ത് സർക്കാരിലേക്ക് ശുപാർശ ചെയ്തു എന്നുള്ള കാര്യം മാത്രമാണ് ഇന്ന് വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കാരണവശാലും ഈ ശുപാർശയിൽ ഞങ്ങൾ നിൽക്കില്ല. കാരണം കൃത്യമായ രേഖാപരമായ ഉറപ്പ് ഞങ്ങൾക്ക് ആ കുടുംബത്തിന് ഒരാൾക്ക് തൊഴിൽ കൊടുക്കും എന്നുള്ളതിന്റെ രേഖാപരമായ ഉറപ്പ്. മറ്റൊന്ന്, ഈ പ്രദേശത്ത് ഇപ്പൊ ഈ കാട്ടുപോത്ത് ആക്രമണം, ഇന്നലെ അബ്രഹാമാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഇന്നും നാളെയുമായിട്ട് ഈ നിൽക്കുന്ന ആളുകളും കൊല്ലപ്പെടാനുള്ള ആളുകളാണ്, ഈ മനുഷ്യരാണ്. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വരുന്ന വഴിക്ക് വീണ്ടും കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അവിടെ കാട്ടുപോത്ത് ഇതിന്റെ മുമ്പ് മെനഞ്ഞാന്ന് ഈ കുരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്ത് പരിധിക്കകത്ത് 5-6 വാർഡുകളിലൂടെ കാട്ടുപോത്ത് പോവുകയും സ്കൂൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് നിരന്തരം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അബ്രഹാമിനെ പോലെ ഇവിടെയുള്ള ഓരോരുത്തരും നാളെ ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഞാനും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കർഷകരാണ്. ആ കർഷകർ നാളെ ഈ വന്യജീവികളുടെ ഇരകളാക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടണം. അതിന് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് അബ്രഹാമിന്റെ കുടുംബത്തിന് ഇപ്പൊ കിട്ടേണ്ടത് താൽക്കാലിക പരിഹാരം മാത്രമാണ്. അബ്രഹാമിന്റെ കുടുംബത്തിനൊപ്പം തന്നെ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് ഇത് പോകണമെങ്കിൽ ഈ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അകത്തുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ടതായുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുക. കേന്ദ്ര സർക്കാർ അതിനകത്ത് ഭേദഗതികൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഒരു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏൽക്കുവാൻ സർക്കാർ തയ്യാറാവണം. ഈ പ്രധാനമായിട്ടും ഈ ചൂട് കാലത്താണ് ഈ വന്യമൃഗങ്ങൾ ഈ പുറത്തോട്ടിറങ്ങുന്നതായിട്ട് നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റുന്നത്. ഈ അന്യ സംസ്ഥാനത്തൊക്കെ ഉള്ളതുപോലെ ഈ വനത്തിനകത്ത് ഇവർക്ക് കുടിക്കാനുള്ള വെള്ളവും അതുപോലെ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. കേരളത്തിൽ അതുപോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത്തരം കാര്യങ്ങൾ എന്താണ് പറയുന്നത്? കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ വന്യജീവി സങ്കേതങ്ങൾ ഒന്നും തന്നെ ഒരു വന്യമൃഗത്തിന്റെ ദാഹമായിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി അവിടെ രൂപീകരിച്ചതായിട്ട് എവിടെയും കാണാൻ കഴിയും. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിൽക്കുന്നത് തൃശ്ശൂരാണ്. ആ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരവും ഈ സ്വാഭാവിക നീരുറവകളല്ലാതെ അല്ലെങ്കിൽ പുഴയോ തോടോ അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു കുടിവെള്ളം ലഭ്യമാക്കാനോ അവർക്കുള്ള ഭക്ഷണം ഉറപ്പുവരുത്താനോ ഇത് കഴിഞ്ഞു
ഇത് ഭക്ഷണം ഉറപ്പാക്കിയത് കൊണ്ടോ കുടിവെള്ളം ഉറപ്പാക്കിയത് കൊണ്ടോ ഈ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്നുള്ളത് ഒരു ഒരു തെറ്റായ ധാരണയാണ്. കാരണം ഈ കാടിനെ താങ്ങാവുന്നതിലപ്പുറം വന്യമൃഗങ്ങൾ 1972 ഈ നിയമം നടപ്പിലാക്കിയപ്പോൾ അത് ഏറ്റവും കൃത്യമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഈ കേരളത്തിൽ ഹണ്ടിങ് എന്ന് പറയുന്ന കാര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ക്രമാതീതമായി പെരുകിയിട്ടുണ്ട്. അത് കാട്ടുപോത്തായാലും ആനയായാലും കടുവയായാലും കാട്ടുപന്നിയായാലും ഏത് ഇനത്തിൽപ്പെട്ട വന്യമൃഗങ്ങളാണെങ്കിലും ക്രമാതീതമായി പെരുകിയിട്ടുണ്ട്. ആ ക്രമാതീതമായി പെരുകിയ വന്യമൃഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കുക. ഇപ്പൊ മനുഷ്യന്റെ കാര്യത്തിലാണ് കുടുംബാസൂത്രണമുണ്ട്, മൃഗങ്ങളുടെ കാര്യത്തിൽ കുടുംബാസൂത്രണമില്ല. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൃത്യമായി ഇതിനകത്ത് നടപടികൾ സ്വീകരിക്കുകയും ഒരു കാടിന് താങ്ങാവുന്ന കാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ കാരിയിങ് കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ട് വനത്തിനകത്ത് വന്യമൃഗങ്ങളെ നിലനിർത്തുകയും മറ്റുള്ളവയെ മറ്റു സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ കള്ള് ചെയ്തിട്ട് ഒഴിവാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ. മറ്റൊന്ന്, ഈ പറയുന്ന നിയമത്തിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ വനത്തിനകത്താണ് ഈ വന്യമൃഗങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത്. നേരെ മറിച്ച് ഇപ്പോൾ വനത്തിന് പുറത്ത് വരുന്ന വന്യമൃഗങ്ങൾക്കാണ് സംരക്ഷണം കിട്ടുന്നത്. അപ്പോൾ വനത്തിന് പുറത്ത് ഒരു വന്യമൃഗം എത്തിക്കഴിഞ്ഞാൽ ആ വനത്തിന് പുറത്ത് എത്തുന്ന വന്യമൃഗം ഏത് ആളുടെ പറമ്പിലാണ്, അത് കർഷകനാവട്ടെ തൊഴിലാളിയാവട്ടെ കർഷക തൊഴിലാളിയാവട്ടെ, അവർക്ക് അതിനെ കൊല്ലുവാനുള്ള അവരുടെ ജീവൻ സംരക്ഷിക്കാൻ, അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി അതിനെ കൊല്ലുവാനോ മറ്റോ ഉള്ള അധികാരവും അവകാശവും ഉണ്ട്. ആ അവകാശം നിയമം മൂലം ഞങ്ങൾക്ക് ലഭ്യമാവണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അതാണ് നിലവിൽ ആവശ്യം. ചേച്ചി, എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്, ഈ അബ്രഹാം ചേട്ടന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു കുടുംബത്തിന് മാത്രം പോരാ, കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പ്രദേശത്തുള്ളവർ മൊത്തം ജീവിക്കുന്നത്. അതായത് പോത്തുനിന്ന് മാത്രമല്ല, പോത്ത് ഒരു വശത്തുണ്ട്, ഒരു വശത്ത് ആനയുണ്ട്, പിന്നെ പന്നി. അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് ഈ ഒരു കുടുംബത്തിൽ നിന്ന്, ആ വ്യക്തി ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പോൾ ഈ സമരത്തിൽ തന്നെ ഉണ്ട്, ആ വ്യക്തിയുടെ വീടിനകത്താണ് രാജവെമ്പാല. ഈ സാധനങ്ങളെല്ലാം ഏതെല്ലാം നാട്ടിൽ നിന്ന് ഫോറസ്റ്റുകാർക്ക് കിട്ടിയോ സംഭവം എല്ലാവരും ഫോറസ്റ്റുകാരെ അറിയിക്കും. ഈ ഫോറസ്റ്റ് അധികൃതർ പോയി അതിനെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ ഈ വനത്തിലേക്ക് ഇടും. പക്ഷെ മറ്റുള്ള നാടിനെ മുഴുവൻ രക്ഷിക്കണം. നമ്മുടെ ഈ നാട്ടിലുള്ള ഈ ഫോറസ്റ്റ് സ്റ്റേഷന്റെ ചുറ്റും പരിധിയിലാണ് ഇവിടെ കോളനി അടക്കം ജീവിക്കുന്നത്. അതുപോലെ കോളനി നിവാസികളാണ്. ഒരു സാധനം കുഴിച്ചിട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കുഴിച്ചിട്ടാലും അത് മുഴുവൻ പന്നി വന്ന് കുത്തി നശിപ്പിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഇച്ചിരി സ്ഥലമുള്ളവർ ഇതിലെ തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ വന്ന് ആന കുത്തിമറിച്ചിടുന്നു. ഇപ്പം കാട്ടുപോത്തിറങ്ങി ഇപ്പം ജനങ്ങളെ പേടിയില്ലാതായേക്കാണ്. ജനങ്ങൾ ഇപ്പം വന്യമൃഗങ്ങളെ പേടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ കൊച്ചുകുട്ടികൾ വരെ പരിക്കേൽക്കുന്ന, ഈ വന്യമൃഗത്തിന്റെ ആക്രമണം മൂലം കൊച്ചുകുട്ടികൾക്ക് വരെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം അവിടെ സംഭവിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു വലിയൊരു സാഹചര്യത്തിലേക്ക്, ഒരു ഭീകരമായ സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? അതെ, തീർച്ചയായിട്ടും. അതായത് രാവിലെ ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ, രക്ഷിതാക്കൾക്ക് മക്കളെ വിടാൻ പേടിയാണ് സ്കൂളിലേക്കൊക്കെ വിടാൻ. കാരണം പോകുന്ന വഴിക്കായിരിക്കും പന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കാരണം രാവിലെ ഇവിടുന്ന് പള്ളിയിൽ പോകുന്നതും അമ്പലത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ബസ്സിന് യാത്രയ്ക്ക് പോകേണ്ട ആൾക്കാരുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ കൂടി ഇപ്പോൾ വാഹനങ്ങൾ ഉണ്ടായിരിക്കണമെന്നില്ല വാഹനത്തിൽ വരാൻ. നടന്ന് വീട്ടിൽ നിന്ന് ഈ ബസ്സിലേക്ക് മെയിൻ റോഡിലേക്ക് എത്തണമെങ്കിൽ ഈ കൊച്ചു കുട്ടികളെയും കൊണ്ട് നടന്നു വരുന്ന സാഹചര്യത്തിലായിരിക്കും പന്നിയുടെ എടുത്തിയാട്ടോ ആക്രമണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി പ്രത്യേകിച്ച് പേടിയാണ്, ഈ കാട്ടുപോത്ത് എവിടെയാണോ ഉള്ളതെന്ന് നമുക്കറിയത്തില്ല. ഇത്രയെല്ലാം ഉണ്ടായിട്ടും ഈ ഒരു നാട്ടിൽ ഇതിനൊരു നിയന്ത്രണം ഇതുവരെ ഏർപ്പെടുത്താൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനെത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒരു ആപത്ത് നമ്മുടെ കൂരാച്ചൻ്റെ പഞ്ചായത്തിന് തന്നെയല്ല, പ്രത്യേകിച്ച് ഒരിടത്തും ഉണ്ടാകരുത്. ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നവരെ ഞങ്ങൾ സമരം ചെയ്യുകയും ചെയ്യും. അതിന് പരിഹാരം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യണം. ആ ഒരു കുടുംബത്തിന് അർഹമായ പരിഹാരം, അവർ നിർദ്ദേശിച്ചിരിക്കുന്ന അർഹമായ പരിഹാരം അവർക്ക് ഇത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. പ്രതിഷേധം കനക്കുകയാണ്. മരണപ്പെട്ട അപകടത്തിൽ കൊല്ലപ്പെട്ട ഈ കർഷകന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് പോലെ തന്നെ ഇവർക്ക് ശാശ്വതമായ, ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് ശാശ്വതമായ പരിഹാരം വേണമെന്ന് തന്നെയാണ് സമരസമിതിയുടെ ആളുകൾ പറയുന്നത്. അതുവരെ ഞങ്ങൾ ഇവിടെ സമരമിരിക്കുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇവർ നൽകുന്നത്.